ഹിജാമ ചെയ്യാൻ പല ആളുകൾക്കും പേടിയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇത് ചെയ്യുമ്പോഴുള്ള പ്രയാസമാണ്, അതായത് വേദനകൾ, പിന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഹിജാമ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹിജാമ പെൻ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന നീഡിൽസ് ആണ്. അപ്പോൾ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന മാത്രമേ ഹിജാമ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവുമോ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവുന്നില്ല. അത് നമ്മൾ കപ്പ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഉടനെ തന്നെ സ്റ്റോപ്പ്, പിന്നെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൽ ആ കപ്പ് വെച്ചിട്ടുള്ള മാർക്കിംഗ് ഒരു 3 ദിവസം വരെ ഉണ്ടാവും. 3 ദിവസം കഴിഞ്ഞ് പോകും. നിങ്ങൾക്ക് അന്ന് തന്നെ ജോലിക്കൊക്കെ പോയാൽ യാതൊരു പ്രയാസങ്ങളുമില്ല. അതുപോലെ ഹിജാമ ചെയ്തു കഴിഞ്ഞുള്ള ഗുണങ്ങൾ നമുക്കറിയാം. നമ്മുടെ വേദനകൾ പ്രധാന കാരണം ഒന്ന് സർക്കുലേഷൻ കുറവാണ്, ബ്ലഡ് ക്ലോട്ടായി നിൽക്കുന്നതാണ്. അതുപോലെ ശരിയായ രീതിയിൽ ബ്ലഡ് എത്താത്തതാണ്. അപ്പോൾ ഇതിന് നമ്മൾ കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രയാസം ഉടനെ തന്നെ നിൽക്കും. അതുപോലെ മറ്റൊരു പ്രയാസമാണ് നീരിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ കപ്പ് വെക്കുന്ന സമയത്ത് പുറത്തോട്ട് നീരൊഴുകും. ചില ആളുകൾക്ക് പേഷ്യൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഉണ്ടാവില്ല, നീര് മാത്രമായിരിക്കും. അതുപോലെ മറ്റു ചിലർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ സ്കിന്നിൽ ഗ്യാസ് ഉള്ള സമയത്ത് നല്ല വേദന ആയിരിക്കും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വേദന നിൽക്കും. അതുപോലെ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ട് ഏറ്റവും നല്ലൊരു ചികിത്സാ രീതിയാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് വരുന്നത് തിങ്കളാഴ്ചയാണ്. അത് അറബി മാസം 17 കൊണ്ട് തന്നെ സുന്നത്തായപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. പിന്നെ ഇതുപോലെ മറ്റു പ്രയാസങ്ങൾ, സ്പൈനൽ കോഡ് പ്രശ്നങ്ങൾ, നമുക്ക് നീരിൻ്റെ പ്രയാസങ്ങൾ, വേദനകൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു വെൽനസ് ആയിട്ടും ഹിജാമ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം, ഇതിൻ്റെ തെളിവുകളും എവിഡൻസുകളാണ് ചോദിക്കാറുള്ളത്. അതുപോലെ ഇത് ഏത് സയൻസിൻ്റെ ഭാഗമാണെന്ന്. എന്ന് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ഭാഗമാണ് കപ്പിംഗ് തെറാപ്പി. കപ്പിംഗ് തെറാപ്പിയിൽ ഒരു തെറാപ്പിയാണ് ഹിജാമ എന്നുള്ളത്. അതുപോലെ യുനാനി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ ഈജിപ്ഷ്യൻ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉള്ള ഒരു ചികിത്സാ രീതിയാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള, പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ തെളിവുകൾ, ഓരോ രോഗത്തിനും ബെനിഫിറ്റ് ആകുന്നുള്ള തെളിവുകൾ നമ്മുടെ പബ്മെഡിൽ ഒക്കെ റിസർച്ച് പേപ്പറുകൾ അവൈലബിൾ ആണ്. അതുപോലെ കിഡ്നി പേഷ്യൻസിനൊക്കെ, ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻറ്റിനൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി എന്തിനു വെയിറ്റ് ചെയ്യണം? താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക.